ഇന്ന് ഞാൻ രാവിലെ 4:30 തന്നെ അലാം വെച്ച് എഴുന്നേറ്റു കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു വാക്കത്തോണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെൽക്കം ടു ദ ഡേ 6 ഓഫ് മൈ വെയിറ്റ് ലോസ് ജേർണി. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ 5K സ്റ്റെപ്സ് ആണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. എൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. കാരണം തലേദിവസം എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടിയില്ല. പക്ഷെ എന്നാലും ഞാൻ എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണേ. ബുബു ആസ് യൂഷ്വൽ എന്നെ നോക്കി നിൽപ്പുണ്ട്. ഞാൻ എവിടെ പോയാലും അവന് സങ്കടം. അപ്പോൾ അവനിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അവന് ടാറ്റ പറഞ്ഞ് ഞാൻ ഡോറും അടച്ച് താഴേക്ക് പോവാണേ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇട്ടേക്കുന്ന ടീഷർട്ട് സാധാരണ എൻ്റെ സൈസ് M ആണ് കേട്ടോ. പക്ഷെ ഞാൻ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയതിന് ശേഷം എനിക്കൊരു ഇൻറ്റ്യൂഷൻ വന്നു, ഞാൻ S കൊടുത്താലോ. ഞാൻ ടീഷർട്ടിൻ്റെ സൈസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഞാൻ S കൊടുത്തു ഗൈസ്. ആൻഡ് അതെനിക്ക് നല്ലോണം ഫിറ്റായി. അങ്ങനെ രാവിലെ തന്നെ പോവാണ്. ഒരു 19 മിനിറ്റ്, അതായത് അറൗണ്ട് 10 കിലോമീറ്റേഴ്സാണ് എൻ്റെ വീട്ടിൽ നിന്ന് മറൈൻ ഡ്രൈവിലേക്കുള്ളത്. എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എസ്പെഷ്യലി ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും പോകാൻ. കാരണം പാട്ടൊക്കെ കേട്ട് നല്ല സമാധാനമായിട്ട് അങ്ങനെ പോകാമല്ലോ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ റോഡിലധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തി. അപ്പോൾ എത്തുന്നതിന് മുന്നേ ട്രാഫിക് സിഗ്നലിൽ എത്തിയപ്പോഴാട്ടോ ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എൻ്റെ സെയിം ടീഷർട്ട് ഇട്ടിട്ട് വേറെ കുറേ പേര് അത് കാണുമ്പോൾ എന്താണെന്നറിയില്ല, നല്ലൊരു സന്തോഷം വരും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോഴാണ് ഞാൻ കാണുന്ന ഇത്രയും ആൾക്കാർ. എനിക്ക് തോന്നുന്നു മോർ ദാൻ 5,000 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൊരു മെഗാ വോക്കത്തോണായിരുന്നേ. ഒരു സൺഡേ അവധി ദിവസം ആൾക്കാർ മാക്സിമം കിടന്ന് ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ അതിന് ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമല്ലേ. അങ്ങനെ 5K സ്റ്റെപ്സിൻ്റെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് എല്ലാവരും നടക്കാൻ തുടങ്ങി. ഈ വോക്കത്തോണിൻ്റെ അജണ്ട തന്നെ നമ്മൾ നടക്കുമ്പോൾ കാലില്ലാത്തൊരു മനുഷ്യൻ കൂടെ നടക്കുകയാണ് എന്നുള്ളതാട്ടോ. അതായത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി ഒരു ചെറിയ തുക നമ്മൾ ഇതിലേക്ക് അടയ്ക്കണം. ആ അടയ്ക്കുന്ന തുക അവർ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഡിസ്ട്രിക്ട് ലിംഫറ്റിക് സെന്ററിന് സംഭാവന ചെയ്യുക കേട്ടോ. എന്നെ ഈ വോക്കത്തോണിലേക്ക് അട്രാക്ട് ചെയ്ത മെയിൻ റീസൺ അതായിരുന്നു കേട്ടോ. എന്നെ മാത്രമല്ല ഈ നടക്കുന്ന 5000-ൽ പരം ആൾക്കാരെ അട്രാക്ട് ചെയ്ത റീസൺ അത് തന്നെയായിരിക്കും. നമ്മൾ നടക്കുന്ന വഴി നമ്മൾ കൂടെ ഒരാളിനെയും നടക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. നമ്മൾ അതുവഴി കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാവുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വെയിറ്റ് ലോസ് ജേർണിയിലാണല്ലോ, അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സാൻഡ്വിച്ചും പിന്നെ ചായ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ആൻഡ് ടേക്ക് കെയർ.